എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ അടിപൊളി ഒരു ചേമ്പ് വറുത്തരച്ചതിന്റെ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഇറച്ചി മീനും ഒന്നും കഴിക്കാത്തവർക്ക് അടിപൊളി ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു ചേമ്പ് വറുത്തരച്ചതിന്റെ കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ, ഡിന്നറിന്റെ കൂടെയോ, ലഞ്ചിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. കണ്ടല്ലോ, വെട്ടുചേമ്പാണ് എടുത്തിരിക്കുന്നത്, വലിയ ചേമ്പ്. അത് കണ്ടല്ലോ, ഇതുപോണക്ക് നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 ചേമ്പിന്റെ ആവശ്യമുള്ളേ. അതിനുശേഷം കണ്ടല്ലോ, ഒരു 1.5 ചെറിയ സവാള, അരമുറി തക്കാളി, ഒരു 4 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇത്രയും കണ്ടല്ലോ ഇതുപോണക്ക് പരുവത്തിന് അരിഞ്ഞെടുക്കണേ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്തേക്ക് നമ്മൾ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റ് ആണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ചേമ്പും ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 5 മിനിറ്റത്തേക്കിനൊന്ന് അടച്ചു വെക്കണം, ചെറിയ തീയിൽ. അപ്പൊ ആ ചേമ്പ് പരുവത്തിന് ബാക്കി വകകളും വഴന്ന് ചേമ്പും നന്നായിട്ട് വഴന്നു വരുമേ. ആ സമയത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാവേ. ഒരു 5 മിനിറ്റത്തെ വേവ് മതി. ആ സമയത്തേക്ക് വേറൊരു പാനിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരമുറി തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാമേ. കണ്ടല്ലോ, മൂത്ത് വരുന്നുണ്ട്. മൂത്തൊരു പകുതി മുക്കാൽ മൂപ്പാവുമ്പോഴത്തേന് 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലയുടെ ജീരകം ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ 1 ടീസ്പൂണോളം, 1.5 ടീസ്പൂണോളം ചുമന്ന മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് കണ്ടല്ലോ നന്നായിട്ട് തേങ്ങയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മൂപ്പിച്ചെടുത്ത് ചെറിയ തീ വേണം മൂപ്പിക്കാൻ, അല്ലെങ്കിൽ പൊടികളും മൂത്ത് പോകുമേ. അതിനുശേഷം അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടല്ലോ, നമ്മുടെ ചേമ്പ് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടല്ലോ, ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഇറച്ചി മീനും ഒന്നും ഉപയോഗിക്കാത്തവർ ഇറച്ചിയുടെ കറിയുടെ ടേസ്റ്റിൽ വെന്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണിത്. ഈ ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിന്റെ കൂടെ, ചോറിന്റെ കൂടെ, നല്ല ചൂട് കുത്തരിച്ചോറിന്റെ കൂടെ ഒക്കെ അങ്ങോട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിന് നമുക്കൊരു വറവിട്ട് കൊടുക്കാവേ. അതല്ല, നന്നായിട്ടൊന്ന് തിളച്ച് കൊമളയൊക്കെ വരുമ്പോഴത്തേന് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടല്ലോ, കടുകിട്ടു. നന്നായിട്ട് ആ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഒരു 2-3 ചെറിയ ഉള്ളി അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞതും അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ആ ഉള്ളി അങ്ങോട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ ഉള്ളിയൊക്കെ മൂത്ത് കടുക് വറക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം നമ്മുടെ കറിക്ക് ഉണ്ടാകുന്നത്. 2 വറ്റൽമുളകും അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി പരുവത്തിന് പറ്റി വന്നിട്ടുണ്ട്. നല്ല കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട്. അപ്പൊ ആ മൂത്ത വറവെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തേ. കണ്ടല്ലോ, കറിയുടെ ആ കളറും ആ ഒരു ഇരിക്കുന്ന ആ ഒരു ഭംഗി കണ്ടോ, അത്ര ടേസ്റ്റ് കേട്ടോ. നല്ല ബീഫൊക്കെ കറി വെക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. ആ ഒരു ഫീലാണ് നമ്മൾ ചോറിനകത്ത് ഇട്ടിട്ട് ഇളക്കി കഴിക്കുമ്പോഴും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻസും ഇട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നമ്മുടെ ദീപ ശുചിക്കൂട്ട് ചാനൽ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.